അപ്പോ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പവനും പിന്നെ 15 ലക്ഷം രൂപയും കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയാണ്. അപ്പൊ ഈ 100 പവനും 15 ലക്ഷവും വാങ്ങിച്ചിട്ട് ഈ ഒരു തെമ്മാടിയായ ഒരുത്തൻ പിന്നെ ഈ ഒരു യുവതിയെ ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു യുവതിയുടെ കൺമുന്നിൽ വെച്ച് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം, വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയാണ്. നാണമുണ്ടോ ഇവനൊക്കെ? ഈ മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ 4 വട്ടം വിവാഹം കഴിക്കാമെന്ന്. അതിനൊക്കെ ഒരു ഇതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് പോയി കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല. ആദ്യ ഭാര്യയുടെ അനുവാദം കൂടിയിട്ട് മാത്രമേ അടുത്തൊരു വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആദ്യ ഭാര്യയുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്യണം. ഇവനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതെയാണ് ഈ 100 പവന് 15 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് ഈ നാറി ചെയ്തത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ആദ്യത്തെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടൊന്ന് കണ്ടുക. അതൊന്ന് കണ്ടിട്ട് വാ. ചാവക്കാട് എടക്കഴിയൂരിൽ ഒരു യുവതി ഭർത്താവിൻ്റെ വീടിന് മുമ്പിൽ 10 ദിവസമായി സമരത്തിലാണ്. ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്തിട്ടില്ല. കോടതിയിൽ കേസ് നടത്തുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കയറ്റുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. ഡോക്ടർ ഐഷ മുഹമ്മദാണ് ഇപ്പം നമ്മളിപ്പോൾ ചേരുന്നത്. ഐഷ, എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഞാൻ ചാവക്കാട് താലൂക്കിൽ എടക്കഴിയൂർ മഹല്ല് നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുകയും അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാഖോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. സത്യം പറയല്ലേ, ഈ നാട്ടുകാരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ? ഈ നാട്ടുകാരെല്ലാം കൂടി ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 100 പവനും 15 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് ഇവൻ ഈ നാറിയ പണി കാണിക്കുമ്പോൾ അവനായിട്ട് നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എന്നെ എനിക്കിപ്പം ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് പൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ് ഇവിടെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും ഒരു എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 പവൻ സ്വർണവും 15 ലക്ഷം രൂപയും കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ടേ, എന്നിട്ട് പറയുവാണ് ഇത് കുറവാണെന്ന്. 100 പവനൊക്കെ കുറവാണെന്നാണ് പറയുന്നത്. ഇവനെ പോലുള്ളവരെ എന്ത് പറയാനാണ്? ഇവർക്ക് സത്യം പറയല്ലോ, ഈ മാതാപിതാക്കളെ വേണം ആദ്യം അടിക്കാനായിട്ട്. എന്താന്ന് വെച്ചാൽ ഇവര് എന്തിന് ഒരുത്തന് ഇത്രയും സ്ത്രീധനം കൊടുക്കുന്നു?
ഈ 100 പവനും 15 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് എന്തിന് ഇത്രയും ഇതായിട്ട് കെട്ടിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. 5 പവൻ പോലും കൊടുക്കാതെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്ത, നിവൃത്തിയില്ലാതെ നിൽക്കുന്ന എത്രയോ പെൺപിള്ളാരുണ്ട്. അതുപോലെ തന്നെ എത്രയോ മാതാപിതാക്കളുണ്ട്. ഒരു പവന്റെ സ്വർണം പോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടെന്ന് അറിയോ? എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എത്രയോ പേര് എന്നിട്ട് പിന്നെ ഈ സ്ത്രീധനം പോലും വളരെ കുറച്ച് 5 പവനോ 10 പവനോ ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ അവളെ നോക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഉള്ളത് പറയാലോ, വല്ലാത്ത കഷ്ടം തന്നെയാണിത്. അതുപോലെ ടോർച്ചറിങ് ആണ്. അത്രപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിൽ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞ് എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതുപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും ഒക്കെ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മളെടുത്തു നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ, മകളുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാണ്ട്, നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്കെ വേറെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപുറമ്പ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഈ 100 പവനും 15 ലക്ഷം രൂപയൊക്കെ പോയെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. സത്യം പറയല്ലേ, ഇത് കോടതിയുടെ വഴിക്ക് പോയിട്ട് കഴിഞ്ഞ് ഈ പുള്ളിക്കാരിക്ക് നീതി കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ എടുക്കും. ശരിക്കും ഈ 100 പവനും 15 ലക്ഷവും ഒക്കെ തിരിച്ചു കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തിരിച്ച് ഇവനെ കൊണ്ട് കൊടുപ്പിക്കണം. അതുപോലെ തന്നെ നഷ്ടപരിഹാരവും കൊടുക്കണം. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. ഈ കല്യാണം നടത്തുമ്പോൾ ഈ മഹല്ല് കമ്മിറ്റി, അതായത് നിങ്ങളുടെ മഹല്ല്, അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിൻ്റെ മഹല്ലിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ മറ്റൊരു മഹല്ലിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. ഇവർ എൻ്റെ മഹല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ലെറ്റർ എനിക്ക് എവിഡൻസ്, എനിക്ക് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അതവിടുത്തെ ഒരു പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നഷ്ടക്കാരി ഞാനും എൻ്റെ മകളായി മാറിയിട്ടുണ്ട്. ഇദ്ദേഹം നമ്മൾ രണ്ടുപേരും ഒരു ബന്ധത്തിൽ നിൽക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റി. ഞാനും എൻ്റെ മകളും ഇതിനകത്ത് വിക്ടിംസായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, 10 ദിവസമായിട്ട് ഞാനിതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സമരത്തിലുമാണ്. ആരുമില്ല നമ്മളെ കേൾക്കാൻ. ഈ മഹലിൽ പോയാൽ പറയും അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. ആ മഹലിൽ പോയാൽ പറയും നമുക്ക് കല്യാണത്തിൻ്റെ മുന്നേ, അതായത് അവർ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ ഈ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ചെന്നിട്ട് പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളത്. ശരിക്കും ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഈ മഹല്ല് കമ്മിറ്റിക്കാരെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ചെറുക്കന്റെ മഹല്ല് കമ്മിറ്റിക്കാരാണെങ്കിലും ഈ പെണ്ണിന്റെ മഹല്ല് കമ്മിറ്റിക്കാരാണെങ്കിലും ഇവർക്കൊക്കെ നാണമുണ്ടോ, ഉളുപ്പുണ്ടോന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരെന്തോ ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഹല്ലുകാരെ ചെറുതാക്കുന്നതല്ല. ഒരു പെണ്ണിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ എന്താ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ജനിച്ചു വളർന്ന നാടും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം ഞാനും എൻ്റെ മകളും വഴിയാധാരമായിരിക്കുകയാണ്. എന്താണ് ആയിഷയല്ലാതെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നത്? അതെനിക്കറിയില്ല സാർ. ഇപ്പം ഞാൻ പറയുന്നതിനകത്ത് ഇത്രയും സത്യമുണ്ടായിരിക്കെ ഇതിനകത്തുള്ള ഈ ജേണി എൻ്റെ നാട്ടിലുള്ള പലർക്കും, നമ്മൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് പലർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോകേണ്ടതെന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ലല്ലോ, ഇവൻ്റെ സമൂഹമല്ലേ. അവരത്രയ്ക്ക് പണം ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അവർ സാമ്പത്തികമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം. അതായിരിക്കാം. അതല്ലെങ്കിൽ മഹല്ലടക്കം ആരും എന്താ നമ്മളുടെ കൂടെ നിൽക്കാത്തത്? അപ്പോൾ എനിക്ക് ഉത്തരം തരേണ്ടത് എൻ്റെ സമൂഹമാണ്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ കൂടെ നിൽക്കണ്ടേ? എനിക്കറിയില്ല സാർ അതിനെങ്ങനെ ഉത്തരം പറയാന്നുള്ളത്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിനകത്ത്. അല്ല, ഇവന്മാരുടെയൊക്കെ വിചാരം പണം ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നാണ്. അപ്പോ ഈ പുള്ളിക്കാരിയുടെ ഭർത്താവിന് നല്ല കോടീശ്വരനാണെന്നാണ് പറയുന്നത്, നല്ല പൂത്ത പണമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഭർത്താവിന്റെ കുടുംബക്കാരനായിട്ടുള്ള ആരോ ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അതെന്തായാലും ഞാൻ വെച്ചു തരാം. ഈ യുവതിക്ക് പറയാനുള്ളത് ബാക്കിയും കൂടെ കേട്ടുവരാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ മാത്രം വിധിയല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടിട്ട് പലരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നമൊക്കെ അതിൽ കുറച്ചും കൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാനൊരു സ്ഥലമുണ്ട്, കണ്ടുപിടിക്കാനൊരു ഇപ്പോൾ ജോലിയുണ്ട്, കണ്ടുപിടിക്കാൻ ഇനിയൊരു ജോലിക്ക് സാധ്യതകളുണ്ട്. ഞാൻ പലരുടെയും കഥ കേട്ടു. 4 കുട്ടികളുള്ള, ജോലിയില്ലാത്ത, സ്വർണ്ണം മുഴുവൻ ഇതുപോലെ ഭർത്താവ് ഉപയോഗിച്ചിട്ടുള്ള
കഷ്ടപ്പെടുന്ന കുറേ പിള്ളേരുടെ പെൺകുട്ടികളുടെ കഥ കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രം വിധിയല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം ജീവിതവുമല്ല. അതിനെതിരെയുള്ളൊരു ഫൈറ്റാണ് തുടങ്ങിയത് വ്യക്തിപരമായിട്ടാണെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നു ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ സാർ ഇതിന് വേണ്ടിയിട്ട്. ആവും പോലെയൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതിനും കൂടിയുള്ളൊരു ഫൈറ്റാണിത്. പോലീസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയില്ല സാർ. പോലീസിൻ്റെ സഹായം എനിക്കങ്ങനെ തോന്നുന്നില്ല. പല സമയങ്ങളിലും എനിക്ക് അനുകൂലമല്ലാത്ത പ്രതികൂലമായ രീതിയിൽ പല തവണയായി ഇപ്പോൾ ഞാൻ ചാവക്കാട് പോലീസിൽ നിന്നും പലതരത്തിലും അനുഭവങ്ങൾ എന്താ പറയുക ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പോലീസ് കേസ് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറയുന്ന ഈ പോലീസുകാരോട് ഇങ്ങനെയുള്ളതിനൊക്കെ കേസ് എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിന് കേസ് എടുക്കാനാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നാലും ഞാൻ അത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കേസ് എടുത്ത് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഭയങ്കരമായിട്ടുള്ള ഒരു സഹായം എനിക്ക് ഇല്ല. ഇനിയിപ്പോൾ മേലധികാരികൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ സാർ. എന്തൊക്കെ ചെയ്യും? വീട്ടിൽ മകളുണ്ട്, സ്വന്തമായിട്ടുള്ള ഈ വക കാര്യങ്ങൾ നോക്കണം. ഈ കോടതികളിൽ ഫാമിലി കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട്. ഈ കേസുകൾക്കെല്ലാം പോകണം. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. പരാതികൾ കൊടുക്കണം. മുന്നോട്ടേക്ക് തന്നെയാണ്, ശക്തമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോകാൻ തന്നെയാണ് എൻ്റെ പ്ലാന്. ഐഷയുടെ കുടുംബം ഒപ്പം തന്നെയുണ്ടോ? ഉണ്ട്, അവരൊപ്പം തന്നെയുണ്ട്. ഉണ്ട്. പൊതുസമൂഹത്തോട് എന്താ പറയുക? ഇതെൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമൂഹത്തിനകത്ത് രണ്ടാം വിവാഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ മേലൊന്നുമല്ല ചെയ്യുന്നത്. ഓരോ മഹലുകളും തോന്നും പോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു അച്ചടക്കം വരേണ്ട സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഗ്രീവൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലത്തെ ഇപ്പോൾ എല്ലാ കല്യാണത്തിലെയും രണ്ടാം വിവാഹം പുരുഷന് സാധ്യമാകുമ്പം അതിലെ പെണ്ണിനെ കേൾക്കാൻ ഒരു ഇടയില്ലാതാവുന്നത് അതൊരു അരാജകത്വമാണ്. ഞാൻ പറയുന്ന അനീതി എന്നുള്ളതിന് അപ്പുറത്തേക്കാണ്. സത്യം പറഞ്ഞ ഈ ഒരു യുവതിയുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ മഹല്ല് കമ്മിറ്റിക്കാരൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ഭർത്താവിനോട് പറയാനുള്ള ഒന്നാണ്, എന്തിനാണ് ഈ ഭാര്യയെ നിർത്തിക്കൊണ്ട് നീ വേറൊരു വിവാഹം കഴിച്ചത്? ഒന്നെങ്കിൽ നീ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വിവാഹം കഴിക്കുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രം വേറൊരു വിവാഹം കഴിക്കുക. അല്ലാതെ ഇത് വളരെ മോശമാണെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ഓർഡറൊക്കെ വരണം. പൊതുസമൂഹം ഇതിൽ ഉണർന്നാലല്ലേ ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുള്ളൂ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുസ്ലിം രാജ്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, ഇസ്ലാമിക് ലോസ് ഫോളോ ചെയ്യുന്ന ആ നാടുകളിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പെണ്ണിന് പോകാൻ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമ്മളെ മഹലും കേൾക്കില്ല, അവരുടെ മഹലും കേൾക്കില്ല. കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ നിയമ സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നീതി കിട്ടാൻ എത്ര വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഒരുമിച്ച് നിന്നിരുന്ന ഒരു ബന്ധത്തിനകത്ത് രണ്ട് വ്യക്തികൾക്ക് രണ്ട് നീതി, അതെങ്ങനെയാണ് സാർ ശരിയാവും? അദ്ദേഹം ജീവിതമായി മുന്നോട്ട് പോയി, ഞാൻ ഇനിയും വർഷങ്ങൾ കോടതിയിൽ കിടന്നിട്ട് നരകിച്ചാലാണ് എനിക്കൊരു നീതി കിട്ടുക. സമൂഹം അറ്റ്ലീസ്റ്റ് നമുക്കിടയിൽ നമ്മുടെ വിശ്വാസികൾക്കിടയിലും അതുപോലെ നമ്മുടെ സമൂഹത്തിനിടയിലും അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരണം. എനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ള പല പെൺകുട്ടികൾക്കും അതിലുണ്ടാകുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട്. ഇനി എന്താണ് ആവശ്യം? പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പുള്ളിക്കാരിക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എത്ര നാളെടുത്തിട്ടാണെങ്കിലും നീതി കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. എനിക്ക് തോന്നുന്നത് കോടതി പുള്ളിക്കാരിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കൊടുക്കുമെന്ന് തന്നെയാണ്. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എൻ്റെ കുറേ സ്വർണ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു 100 പവൻ സ്വർണ്ണമുണ്ട്, 15 ലക്ഷം രൂപയുണ്ട്. അത് തിരികെ കിട്ടണം. ഇപ്പോൾ സംസാരിച്ച് വന്ന സമയത്ത് ശരിക്കും നഷ്ടപരിഹാരം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നഷ്ടപരിഹാരം ചോദിക്കാനൊന്നും നമുക്ക് സാഹചര്യം ഇല്ലാണ്ടായിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾ തന്നെ തിരിച്ചു തരുന്നില്ല. പിന്നെ എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം. മോൾക്കിപ്പോൾ 10 വയസ്സായി. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞാൻ ഒറ്റയ്ക്ക് ആ കുട്ടീനെ വളർത്തുന്നത്. മകളുടെ കാര്യത്തിലൊരു തീരുമാനം വരണം. മകൾക്ക് വേണ്ടിയിട്ടും അയാൾ ഒന്നും ചെയ്യുന്നില്ല? ഇല്ല സാർ, ഒന്നും ചെയ്യുന്നില്ല. ഈ കസ്റ്റഡി സമയത്തിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രഹസനം അല്ലാതെ എൻ്റെ മോൾക്കൊരു 50 രൂപ പോലും അദ്ദേഹം ചിലവിന് തരുന്നില്ല. ഡോക്ടർ അലി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് ജോലി? അദ്ദേഹം ഒരു MD പാത്തോളജിസ്റ്റാണ്. മുന്നേ ജോലി ചെയ്തിരുന്നത് KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. ഒരു 6-7 മാസക്കാലമായിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് ഒരു തവണയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്, ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. കോടതികളിലൊന്നും വരാറില്ല.
സാർ അബ്യൂസസ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിൽ ഫിസിക്കലി ഉണ്ട്, ഇമോഷണലി കുറക്കാലം ഇപ്പോഴും, ഫൈനാൻഷ്യലി, സോഷ്യലി. ഇപ്പോൾ നോക്കൂ, എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഞാനിപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് സംസാരിക്കുന്ന രീതിക്ക് എത്തുന്ന സമയത്ത് സാറിന് തന്നെ അറിയില്ല അതിൻ്റെ ഉത്തരങ്ങൾ. മടുത്തിരിക്കുന്നു. പക്ഷെ നമുക്ക് തളരാൻ പറ്റില്ലല്ലോ, ഒരു ദിനല്ലേ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഒരു പെണ്ണിനെ നോക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? ഈ ചെറുക്കന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. 1 രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെ അല്ലല്ലോ 100 പവനും 15 ലക്ഷം രൂപയും കൊടുത്തിട്ടല്ലേ പിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. എന്നിട്ട് എന്താണ് ഇവന് എന്ത് ചെറ്റത്തരമാണ് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ എനിക്ക് ആണുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് പിന്നെ പെണ്ണുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല, ഒരു പെണ്ണിനെ പോറ്റാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകരുത്. മനസ്സിലായോ? എന്തിനാണ് ആ പെണ്ണിന്റെ ജീവിതം കൂടെ ഇല്ലാണ്ടാക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ നോക്കാൻ പറ്റുന്നില്ല, വിവാഹം കഴിഞ്ഞതിന് ശേഷം നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അല്ലാതെ ഇങ്ങനെയല്ല കാണിക്കേണ്ട, വേറൊരുത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും ലോജിക്കുള്ള കാര്യം സംസാരിക്കുക. ഒന്ന് ഓർഡറിൽ എവിടെ കയറാൻ പാടില്ല ഒന്ന് കാണിച്ചു തരണം. എവിടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടി പോണത്. എവിടെ ഒന്ന് സൂം ചെയ്തു, ഇത് ഒന്ന് ഓർക്കൊന്ന് വായിച്ചോ, ഈ ഓർഡർ ഒന്ന് വായിച്ചോ. ഇതിലെവിടെ കയറാൻ പാടില്ല. ഓർഡർ വായിക്കുന്നത് ദിസ് ഈസ് ആപ്ലിക്കേഷൻ പ്രൊട്ടക്ഷൻ വുമൻ ഫ്രം ഡൊമസ്റ്റിക് ആക്ട്. ഹിയർ പെർസ്യൂഡ് ഐ ആം സാറ്റിസ്ഫൈഡ് പ്രൈം ഇതാണ് ഫേസി ആൻഡ് പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഹാസ് ഒക്കോർഡ്. പിന്നെ ഡിലേ ഇൻ വെയിറ്റിംഗ് ഫോർ കംപ്ലീഷൻ ഫോർ നോട്ടീസ് റെസ്പോൺസ് മൈ പ്രീ ജുഡീഷ്യൽ hence and Indian order in passage follows. Respondents are restrained from committing domestic violence upon the petitioner any from. Respondents are restrained from cursing nices to peaceful living. ഇത് വേണ്ട, ഞാൻ കോടതി പറഞ്ഞില്ലേ അല്ല അങ്ങനെ പൂട്ടി പോ. ഇനി നിങ്ങൾ തന്നെ പറയും. എൻ്റെ അടുത്ത വീട്ടിൽ കയറി താമസിച്ചോളാനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മജിസ്ട്രേറ്റും അത് തന്നെയാണ് സംസാരിച്ചത്. ഇവരുടെ അടുത്ത് ചോദിച്ചിരുന്നു അങ്ങനെ താമസിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ച സമയത്ത് ഇവരെന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് സമ്മതമല്ല എന്നുള്ളതാണ്. നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവളെ വീട്ടിൽ കയറ്റാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ തുല്യത പെണ്ണ് കാണുന്നില്ല, നിയമം എല്ലാവർക്കും തുല്യത. അല്ല, ഇതിൽ എനിക്ക് തളരാൻ പറ്റില്ല, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് അപമാനിക്കുന്നത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതാണെന്നാണല്ലോ അവർ പറയുന്നത്, കല്യാണം കഴിച്ചല്ലെന്ന്. ഞങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം. ഇവിടെ നിക്കാഹിന് ഒരു 250-300 ആൾക്കാർ, കല്യാണത്തിന് ഇതേപോലെ തന്നെ 100 പവൻ കൊടുത്ത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻസൊക്കെ ആക്കിയിട്ട് കല്യാണം നടന്നിട്ടുള്ളതാണ്. ഈ നാട്ടിലുള്ള എല്ലാ സത്യം പറഞ്ഞ പുള്ളിക്കാരൻ വന്ന് പറയുന്നുണ്ടല്ലോ ഈ വീട്ടിൽ കയറരുതെന്ന്. അത് കയറരുതെന്ന് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ അതാ ചോദിക്കുന്നത്. കാരണം നിയമപരമായിട്ട് വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇപ്പം അതിനകത്ത് എന്താ പറയുക, വലിഞ്ഞേറി വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വലിഞ്ഞേറി വരേണ്ട ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഈ പറയുന്നതൊക്കെ എന്താണ്, ഇവർ പറയുന്നത്? ഈ ഞാനല്ല പറയുന്നത്, ഇതിൽ കോടതി നടക്കുന്ന കേസാണ്. അത് ഞങ്ങൾക്ക് ഒരൊറ്റ ഇഷ്ടം സംസാരിക്കാറില്ല. ഞങ്ങൾ ഈ വീട് തടസ്സപ്പെടുത്തിയതിന് മാത്രമേ പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേറൊന്നും പറയില്ല. ഇതൊക്കെ ബാറ്റിക്കെ കോടതിയിലാണ് സംസാരിക്കുന്നത്. കോടതി നടക്കും എന്നാണ് സംശയങ്ങൾ. അതിൻ്റെ ചെക്കൻ്റെ ഭർത്താവ് എന്ന ആളുകളില്ല, അതിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ആരും ഇടല്ല. ഇവിടെ വീട്ടിൽ വന്നിട്ട് ശല്യപ്പെടുത്തുക, ഞങ്ങളെ ശല്യപ്പെടുത്തുക, ഞങ്ങൾ ഇതിൻ്റെ ഹാപ്പി ഞങ്ങൾ വീട്ടിൽ ശല്യപ്പെടുത്തുക, ഈ ഗേറ്റ് അടക്കുക, വന്നിടുക. ഇത് വന്നിട്ട് ഒരു പിന്നെ ഒരാഴ്ച കൂടുതലായി ഇങ്ങനെ ശല്യപ്പെടുത്തണം അല്ല.
അപ്പോൾ നിങ്ങൾ സത്യങ്ങൾ നിങ്ങൾക്ക് ന്യൂസ് മാഡം അങ്ങ് കൊടുത്ത നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ച് വരുത്തിയ എക്സ്പെൻസ് ഒന്ന് വിളിച്ച് വരുത്തതും അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞങ്ങളെ വിഷയം എന്താ ഞങ്ങൾക്ക് ഇതിൽ വിഷയം ഇടപാടില്ല. ഇതൊക്കെ ഇതേ കോടതിയാണ് നമ്മൾ ചിന്തിക്കണില്ല. അതൊക്കെ അവർ കോടതിയാണ്. അതൊക്കെ അവർക്ക് അറിയാം. എല്ലാ വിഷയം അറിയാം. ഒന്നും കോടതിയുടെ കാര്യമല്ല ഞാൻ പോലീസിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. അത് അവർ നിയമ നടപടികൾ അവർ സ്വീകരിക്കും. താങ്കളുടെ ചേട്ടന്റെ മകനാണ് അതെല്ലാം ശരി. അതെ ശരിയല്ല എന്നല്ല ശരി കോടതി അത് ശരിയല്ലാണ്ടാണ് ഈ കുടുംബം അംഗീകരിക്കാതെയും പറ്റാണ് അവർ കല്യാണം കഴിച്ചത്. അത് ആ ശരി അവർ ചോദിക്കുക. അതല്ല കോടതി ചോദ്യം ചെയ്യണം. എല്ലാവരുടെയും കാണുകയല്ലേ കല്യാണം എല്ലാ കാര്യത്തിനും കോടതിയാണ്. അല്ലല്ല ആരും സപ്പോർട്ടല്ല ഇവിടുന്ന്. ഈ കുടുംബം സപ്പോർട്ടല്ല. നല്ല സപ്പോർട്ട് ഇടന്നില്ലാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവരെന്താ തമ്മിൽ തെറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് വരുന്നത്. അതിന് നമ്മൾ നിവർത്തിയില്ല. അപ്പോൾ ഈ ഒരു എന്ത് വശത്ത് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പിന്നെ ഒരു പെണ്ണിനെ വെച്ചാൽ പെണ്ണിൻ്റെ ഭാഗത്ത് റേറ്റുന്നില്ല ധാരണ. അപ്പോൾ പെണ്ണ് ഒരു വിചാര കുറ്റം അറിയിച്ചാൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു സാമ്പത്തിക അറിയിച്ചാൽ ഒക്കെ സപ്പോർട്ട് അവർക്ക് ജനങ്ങൾക്ക് എടുപ്പൊക്കെ ഉണ്ടല്ലോ. ജനങ്ങൾക്ക് മുന്നിലൊക്കെ സപ്പോർട്ട് ചെയ്ത ദിവസങ്ങളോളം ഇപ്പോൾ നടക്കണം. ഞങ്ങൾക്ക് മറുപടി കണ്ടില്ല. ഇത് കൂട്ടിയിട്ട് ഇത് ഫോട്ടോ വന്നപ്പോൾ ഞങ്ങൾ നിർത്തിയത് ഞങ്ങൾ കോട്ടൻ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഞങ്ങൾ അന്വേഷിക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും അലിയുടെ കുടുംബം പറയുന്നത് ഈ ഗേറ്റ് പൂട്ടുന്നതിനെ ചൊല്ലിയാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായെന്നാണ്. അല്ലാതെ അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ കോടതിയിൽ നടക്കുന്ന കേസാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും ഐഷ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. തൻ്റെ ഇതിലെ ഭർത്താവിന്റെ വീട്ടുകാരും തന്നെയാണ് ഇതിനകത്ത് പ്രതി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.